There's a quote by Robin Williams which says, I used to think that the worst thing in life was to end up all alone. It's not. The worst thing in life is ending up with the people who make you feel all alone. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഭയം നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ എന്ത് ചെയ്യുമെന്നാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ കോട്ട് വായിക്കുമ്പോൾ അതിനെങ്ങനെയാണ് എഴുതിയേക്കുന്നത്, ഏറ്റവും വിഷമമുള്ള കാര്യം ഒറ്റപ്പെട്ടു പോകുന്നതല്ല, നിങ്ങളെ ഒറ്റപ്പെടുത്തി ആ ഫീലിംഗ് തരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നവരുടെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം. നിങ്ങളെ ഓരോ നിമിഷം അവർ ഓർമ്മിപ്പിക്കും നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ തളർത്തുന്നത് അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്നല്ല, നിങ്ങളെ ആരും കൂട്ടാക്കിയില്ല, ആ ഒരു ഫീലിംഗ് ആണ്, ആ ഒരു ചിന്തയാണ്. അയ്യോ ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ, അയ്യോ എന്നെ സഹായിക്കാൻ ആരുമില്ല, അയ്യോ എന്നെ കരുതാൻ ആരുമില്ല, എന്നെ നോക്കേണ്ട ഭർത്താവ് എൻ്റെ കൂടെയില്ല, അല്ലെങ്കിൽ എന്നെ കരുതേണ്ട എൻ്റെ ഭാര്യ എൻ്റെ കൂടെയില്ല, അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും എന്നെ നോക്കിയില്ല, എന്നെ ഒറ്റപ്പെടുത്തി, എൻ്റെ സഹോദരന്മാർ ഒറ്റപ്പെടുത്തി. ഇങ്ങനെ പലവിധ വാക്കുകൾ നമ്മളെപ്പോഴും, നമ്മളൊരു സഭാ ശുശ്രൂഷകൾ ആയിരിക്കുന്നതും കൊണ്ട് തന്നെ അതെപ്പോഴും ഞാനും കേൾക്കാൻ ഇടയാകാറുണ്ട്. പല സ്ത്രീകളും, മെയിൻലി സ്ത്രീകളാണ് വന്ന് പറയുന്നത്, അയ്യോ ഞാൻ ഒറ്റപ്പെട്ടു പോയി, അയ്യോ എന്നെ സഹായിക്കാൻ ആരുമില്ല, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചായിരുന്നെങ്കിൽ, ആരെങ്കിലും എനിക്ക് വല്ലതും തന്നായിരുന്നെങ്കിൽ. ഇങ്ങനെ പല വാക്കുകൾ ഞാൻ ദിനംതോറും കേൾക്കുന്നതാണ്. പക്ഷെ ഇന്ന് വാട്ട് ഐ വാണ്ട് ടു ടെൽ യു ഇസ്, നിങ്ങളെ അങ്ങനെ ഒറ്റപ്പെടുത്തുന്നിടത്ത് നിൽക്കണമെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? എപ്പോഴും ആ ഒരു ചിന്ത, ഞാൻ നിങ്ങളെ അവരെ വിട്ടുമാറാനല്ല പറയണത്, നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ചിന്തയും നിങ്ങൾ അവിടെ നിന്ന് മാറ്റണം. ഏറ്റവും ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, തിങ്ക് ദാറ്റ് യു ആർ മോർ ദാൻ ഇനഫ്. നിങ്ങൾ ദൈവത്തിനെ അറിയുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരാളാണെങ്കിൽ, തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയല്ല. ഈ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾ ആരാകണം അതിലോട്ട് എത്തിക്കാൻ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് മതി. ഞാൻ പറയട്ടെ, നിങ്ങളെ ആര് സഹായിക്കും? അയ്യോ അയ്യോ എന്ന് പറയേണ്ട സ്ഥലത്ത് നിങ്ങൾ അവിടുന്ന് എഴുന്നേൽക്കണം. കർത്താവിന്റെ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം മാറിപ്പോയെന്നാണ് പറയുന്നത്. It says that I can do all things through Christ who strengthens me. എൻ്റെ കർത്താവ് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവെന്ന് പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ പറയാം, ആ സിസ്റ്റർ ഇങ്ങനെ പറയാമല്ലോ, രാജസിസ്റ്റർ ഇങ്ങനെ പറയാമല്ലോ, ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു ടു സേ ദാറ്റ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഐ നോ ഇറ്റ് ഇസ് നോട്ട് ഈസി, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഇംപോസിബിൾ ഈദർ. നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാൻ റെഡി ആകുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അയ്യോ തപ്പോ എന്ന് പറയുന്ന സമയങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങളോട് എപ്പോഴും അയ്യോ നിങ്ങളെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളെ കരുതാത്തവരെ നിങ്ങൾക്ക് ഇന്നലെ വേണ്ട. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ ആവശ്യമില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇന്നലെ വേണ്ട. ഗോ ഹെഡ് ആൻഡ് തിങ്ക് അബൌട്ട് വാട്ട് യു ക്യാൻ ഡു ഇൻ ഫ്യൂച്ചർ. നിങ്ങൾ ഇനി എന്താകാൻ കഴിയും? നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ തന്നെത്താനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, നിങ്ങളൊന്ന് കർത്താവിനോട് ചോദിച്ചാൽ, കർത്താവേ അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ അങ്ങ് ആഗ്രഹിച്ചത് എന്താണ്, അതിലോട്ട് എനിക്ക് എത്തണം. അങ്ങയുടെ വചനത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ മുഖാന്തരം നീ സകലത്തിലും മതിയായവെന്ന് കർത്താവെ അങ്ങാണല്ലോ പറഞ്ഞേക്കുന്നത്. അങ്ങെനിക്ക് ആ ബലം തരുമോ? അങ്ങെനിക്ക് പറഞ്ഞു തരുമോ? അങ്ങാണല്ലോ പറഞ്ഞത് പരിശുദ്ധാത്മാവ് എന്നെ സത്യത്തിൽ വഴി നടത്തും, എന്നെ സഹായിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് കാണിച്ചു തരുമെന്ന് നിങ്ങൾ ആ കർത്താവിനെ ഒന്ന് പിടിക്കും. നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ അവിടെ ഇരുന്ന് അവർ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ അവർ ആരുടെയും കൂടെ പോട്ടെ. But you think that you are not alone. God is with you, and with God you can become beyond what you can think or imagine. എൻ്റെ കൂടെ നിങ്ങൾക്കൊന്ന് പോരാമോ? ഒന്ന് വിശ്വസിക്കാമോ? കർത്താവിനാൽ അസാധ്യം ഒന്നുമില്ല. നിനക്ക് ഒരാളുടെയും സഹായം വേണ്ട. ഈ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിനെ നീ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ആ വചനത്തിൽ ഒന്ന് ആശ്രയിച്ചു കഴിഞ്ഞാൽ, നിന്റെ പഴയതിനെ സകലത്തിനെയും മാറ്റി പുതിയൊരു തുടക്കം തരാൻ ഈ നല്ല കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. നിന്നെ നടത്തും, നിന്നെ ഫുൾഫിൽ ചെയ്യുന്നകം. നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യുവാണെങ്കിൽ, ഐ ടെൽ യു, യുവർ ലൈഫ് ഇസ് ഗോയിങ് ടു ചേഞ്ച്. സ്റ്റോപ്പ് ക്രൈങ് അബൌട്ട് ദോസ് പീപ്പിൾ. നിങ്ങൾ ആരെ ചൊല്ലി കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ആ കരച്ചിലൊന്ന് നിർത്തിവെക്ക്, ആ കാത്തിരിപ്പൊന്ന് നിർത്തിവെക്ക്, ആ ആശ്രയം ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആശ്രയം മുഴുവൻ കർത്താവിലോട്ടൊന്ന് ആക്കി നോക്കിക്കേ. ആ കർത്താവിന്റെ വചനത്തിലെ ഒന്ന് പിടിച്ചേ, അന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങൾ ദേവദാസിന്റെ അടുത്ത് പോയോ? നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നമ്മുടെ നമ്പേഴ്സ് ഇവിടെ ഈ ചാനലിൽ ഇവിടെ എല്ലായിടത്തും കിട്ടും. നമ്മളെ ഒന്ന് വിളിക്കുക. എന്തുവാണെങ്കിലും യു കം ടു us, യു കം ടു God. I tell you, 3 months down this line, 2024 January, your life is going to change if at all you are going to give God a chance. So stop crying about what happened in the past and who left you alone. Okay?
You get hold of God who is able to change your life. നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ആ ദൈവത്തിനെ ഒന്ന് പിടിക്കുക. I tell you, you are going to become a different person altogether. I am an example and I'm telling you, you will be an example too. Be blessed. God bless you.